ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കട്ടിത്തൈര് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. തൈര് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാലെടുക്കുക. അതിനെ നമുക്ക് ഒരു പാത്രത്തിലൊഴിച്ച് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ തൈരിന് വേണ്ടി ഉപയോഗിക്കുന്ന പാല് പശുവിൻ പാലാണ്. ഇവിടെ അടുത്തുനിന്നൊക്കെ കിട്ടുന്ന പാലാണ്. 1 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കവർ പാൽ കൊണ്ടാണ് ഇത് തൈര് തയ്യാറാക്കണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർക്കുക. അതായത് നല്ലതുപോലെ തിളച്ച് പാല് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന രീതിയിൽ തിളയ്ക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ വെള്ളം ചേർക്കാതെ വെക്കുമ്പോഴത്തേക്കും പാല് വേഗം അങ്ങ് വറ്റിപ്പോവും കവർ പാലാണെങ്കിൽ. ഇതിപ്പോൾ ഈ പാലിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്താണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയെടുക്കത്തക്ക രീതിയിലാണ് തിളപ്പിക്കുന്നത്. ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ തിളച്ച് ഞാൻ തീയൊന്നും കുറച്ചൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഒന്ന് ഇളക്കി ഇളക്കി പിന്നെ തീ കുറയ്ക്കും കൂട്ടും ആ ഒരു രീതിയിലാക്കി ഒന്ന് പാല് വറ്റിച്ചെടുക്കുക. പാല് ഏതാണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നേക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. വെള്ളം അഥവാ വറ്റിയില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തൈര് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് മതിയാകും. ഞാൻ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ചൂടൊന്ന് മാറ്റിയെടുക്കുക. ഒരു ഇളം ചൂടായ പാലാണിത്. ഇതിൽ നിന്ന് ഞാൻ പാൽപ്പാട ഒന്നും മാറ്റിയിട്ടില്ല. 1 ലിറ്റർ പാലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് ഒരു 3/4 ലിറ്ററോളം ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഏത് പാത്രത്തിലാണോ തൈര് തയ്യാറാക്കേണ്ടത് ആ പാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ചു വയ്ക്കാം. ഞാൻ ഇതുപോലെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഈ പാലിനെ ഒഴിച്ചു വയ്ക്കാം. പാലിലോട്ട് ചെറിയ ചൂടുണ്ടായിരിക്കണം, തീരെ തണുക്കാൻ പാടില്ല. അതിലോട്ട് ഞാൻ ഇവിടെ മുന്നേ തയ്യാറാക്കി വെച്ചിരുന്ന കുറച്ച് തൈര്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഈ 3/4 ലിറ്റർ പാലിൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിപ്പുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ അടച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് തൈര് വേഗം തയ്യാറായി കിട്ടണം. നല്ല തണുപ്പുള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്കൊരു കേസറോളിനകത്ത് ഇത് അടച്ച് നമുക്ക് തൈരാക്കാൻ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. ഞാനിപ്പോൾ ഏതാണ്ട് പുറത്ത് വെച്ചാണ് തൈരാക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രീതി പറഞ്ഞത്. സാധാരണ രീതിയിൽ നമ്മൾ തൈര് തയ്യാറായി കിട്ടുന്ന സമയം ഒരു 4-5 മണിക്കൂർ, ചിലപ്പോൾ നല്ല തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ 6 മണിക്കൂറൊക്കെ എടുക്കും. ഇതിപ്പോൾ ഏതാണ്ട് തൈര് ആയിട്ടുണ്ട്. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. നല്ല കട്ടി തൈര്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള തൈരാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഇതിൽ ചേർക്കാൻ ഉറ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് തൈര് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഉറ ഒഴിക്കാനുള്ള തൈര് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ 2 ഗ്ലാസ്സോളം പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നല്ല തണുത്തതിന് ശേഷം കുറച്ച് നാരങ്ങാനീര്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് 2 ഗ്ലാസ് പാലിൽ ഒഴിച്ച് വെച്ചാൽ ഏതാണ്ട് നമുക്ക് ഉറ തയ്യാറായി കിട്ടും. അതുപോലെ തയ്യാറാക്കുന്ന ആ തൈരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ അത്ര നല്ലതായിരിക്കില്ല. ടേസ്റ്റൊന്നുമില്ല, വല്ലാത്തൊരു മണമായിരിക്കും. അതെന്തായാലും ഇഷ്ടപ്പെടില്ല. ഈ ഉറ ഒഴിച്ച് വയ്ക്കുന്ന തൈര് തന്നെയാണ് ഏറ്റവും നല്ലത്. വളരെ ടേസ്റ്റായിട്ട് നല്ല രീതിയിൽ കിട്ടുന്നതും. അത് ഒരു പിരിഞ്ഞതുപോലെയാണ്. അത് നാരങ്ങാ നീര് ഉപയോഗിച്ചുള്ള തൈരാണെങ്കിൽ അത് നമുക്ക് ഉറ ഒഴിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ഓണാക്കിയാൽ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.